ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കോഴ്സുകൾക്ക് കേരള സർവകലാശാല തുല്യതാ സർട്ടിഫിക്കറ്റ് നൽകും. വൈസ് ചാൻസലറുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് ഉത്തരവിറക്കി. കഴിഞ്ഞ ദിവസം ചേർന്ന ഡീൻസ് കൗൺസിൽ യോഗം ഓപ്പൺ സർവകലാശാല കോഴ്സുകൾക്ക് അംഗീകാരം നൽകിയിരുന്നു. ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെയാണ് സർവകലാശാലയുടെ നടപടി. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ചേരുകയാണ്. ഹാൻസ്, സർക്കാരിന് കീഴിലുള്ള ഒരേയൊരു ഓപ്പൺ സർവകലാശാലയായിരുന്നു. ആ സർവകലാശാലയിൽ നിന്ന് പഠിച്ച വിദ്യാർത്ഥികളുടെ ഒരു ആശങ്ക മാറുകയാണ്. തീർച്ചയായും രുചീഷ്, കഴിഞ്ഞ ദിവസമാണ് ഓപ്പൺ സർവകലാശാല കോഴ്സുകൾക്ക് അംഗീകാരം നൽകുന്നതിന് കേരള സർവകലാശാല ഡീൻസ് കൗൺസിൽ യോഗം ചേർന്നത്. കേരള സർവകലാശാല VC ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെ അധ്യക്ഷതയിലായിരുന്നു ഈ യോഗം. ഈ ഡീൻസ് കൗൺസിൽ യോഗം ഓപ്പൺ സർവകലാശാല കോഴ്സുകളുടെ ഓപ്പൺ സർവകലാശാല സിലബസ് പരിശോധിക്കുകയും അതിന് അംഗീകാരം നൽകുകയുമായിരുന്നു. ഈ അംഗീകാരമാണ് ഇപ്പോൾ ഉത്തരവായി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഓപ്പൺ സർവകലാശാല വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനും അതിനോടൊപ്പം തന്നെ ജോലിക്കുമായി കേരള സർവകലാശാല തുല്യത സർട്ടിഫിക്കറ്റ് നൽകും. ഓഗസ്റ്റ് 14 ഓപ്പൺ സർവകലാശാല സിലബസ് പരിശോധിക്കുന്നതിനായി അക്കാദമിക് കൗൺസിൽ യോഗം ചേരാൻ ആദ്യം കേരള സർവകലാശാല നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെ അടിയന്തരമായി കേരള സർവകലാശാല VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഡീൻസ് കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തു. ഈ യോഗത്തിലാണ് ഇപ്പോൾ അംഗീകാരം നൽകുകയും പിന്നീട് ഉത്തരവ് ഇറക്കുകയും ചെയ്തത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഓപ്പൺ സർവകലാശാല വിദ്യാർത്ഥികൾക്ക് കേരള സർവകലാശാലയുടെ കീഴിലുള്ള വിവിധ കോളേജുകളിൽ ഉപരിപഠനത്തിനായി പ്രവേശനം നേടാനാകും. രുചീഷ്. ശരി ഹാൻസ്.